തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേലി സർക്കാർ വിട്ടയക്കുന്നവരിൽ പ്രമുഖ ഫലസ്തീനി നേതാക്കളും യാദ് അബു അൽ റബ്, ഇബ്രാഹിം അലിക്കാം, ബഹിജ് ബദർ, ജിഹാദ് റൂം, ഹുസൈൻ റുവാദ്ര, നാസർ മഹ്മൂദ്, നബീൽ അബു ഖാദിർ, റാദ് ഷെയ്ഖ് എന്നിവർ വിട്ടയക്കുന്നവരുടെ പട്ടികയിലുണ്ടെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബു അൽ റബ് വെസ്റ്റ് ബാങ്കിലെ ജനീൻ പ്രദേശത്തെ ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ മുതിർന്ന കമാൻഡറായിരുന്നു. യാദ് അബു അൽ റബ് അധിനിവേശ സൈന്യത്തിനെതിരെ നിരവധി ബോംബാക്രമണങ്ങളും രക്തസാക്ഷി ഓപ്പറേഷനുകളും നടത്തുന്നതിന് നേതൃത്വം നൽകി. 2003 ദെത്രുമോത്തയിൽ നടന്ന ആക്രമണം, 2004 തെല്ലവീവിലെ നൈറ്റ് ക്ലബിൽ നടത്തിയ ബോംബാക്രമണം, 2005 വിദേശ ചന്തയിൽ നടത്തിയ ആക്രമണം എന്നിവയിൽ യാദിന് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. ഇബ്രാഹിം അലിക്കാം 1996 റാമല്ലയ്ക്ക് സമീപമെത്തിയ ഇസ്രായേലി അധിനിവേശ സൈന്യത്തിനെതിരെ പതിയിരുന്ന ആക്രമണം നടത്തിയെന്നതാണ് പ്രധാന ആരോപണം. ഈ സംഭവത്തിൽ 2 ജൂത കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. ആദ്യം ജീവപര്യന്തത്തിന് തടങ്കലിലാക്കി, പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും പിടികൂടി പൂട്ടിയിട്ടു. ബഹിജ് ബദർ ബെയ്ത്ലിക്കയിലെ ഹമാസ് സെൽ ലീഡർ, ജെറുസലേമിലെ കഫേ ഹില്ലേലിൽ നടന്ന ആക്രമണം, സിർഫിനിൽ ബസ് സ്റ്റോപ്പിൽ നടത്തിയ ആക്രമണം, തെല്ലവീവിൽ നടത്തിയ ആക്രമണം എന്നിവയാണ് ആരോപണങ്ങൾ. 18 ജൂത കുടിയേറ്റക്കാരെ കൊന്നതിന് 18 ജീവപര്യന്തത്തിനാണ് തടങ്കലിലാക്കിയത്. ജിഹാദ് റൂം ഇസ്രായേലി സൈന്യത്തിൽ ചേരാൻ പോയ ജൂത കുടിയേറ്റക്കാരനെ പിടികൂടി കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. ജെറുസലേമിൽ നിന്ന് പിടികൂടിയ ജൂത കുടിയേറ്റക്കാരനെ റാമല്ലയിലെത്തിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ആരോപിക്കപ്പെടുന്നത്. 20 വർഷം പൂട്ടിയിടാനാണ് അധിനിവേശ കോടതി വിധിച്ചത്. ഹുസൈൻ റുവാദ്ര അഫുലയിൽ ഇസ്രായേലി സൈനികനെ കുത്തിക്കൊന്നുവെന്നാണ് ആരോപണം. നാസറും മഹ്മൂദും ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെത്തിന്റെ ചാരനായ ഹെയ്ം നഹ്മാനിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണം. 1993 മുതൽ ബന്ദികളാണ്. നബീൽ അബു ഖാദിർ ഷിൻബത്തുമായി സഹകരിച്ച സ്വന്തം സഹോദരിയെ കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. ഇസ്രായേലി സൈന്യം 17 വർഷം തിരഞ്ഞെങ്കിലും പിടികൂടാനായില്ല. ബത്ലഹേം സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു നബീൽ. 17 വർഷത്തിന് ശേഷമാണ് അധിനിവേശ സേന പിടികൂടി ബന്ദിയാക്കിയത്. റാദ് ഷെയ്ഖ് ഫലസ്തീനി അതോറിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ, 2000 ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥനെ ഇരുമ്പുവടി കൊണ്ട് തല്ലിക്കൊന്നുവെന്നാണ് ആരോപണം. 2 ജീവപര്യന്തത്തിനാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.